ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. അസൂയ പൂക്കൾ അജയ് ഘോഷിന്റെ നോവലിലേക്ക് ഒന്നാമത്തെ അധ്യായം. കറുത്ത രണ്ട് കൈകള് അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങിക്കിടക്കുകയായിരുന്നു. കൈകള് ജനാലയിലൂടെ നീണ്ടുവന്ന് അമ്മയെ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ടു. പിന്നെ അമ്മയെ ചുമലിട്ടുകൊണ്ട് ആ സത്വം ഇരുട്ടിലേക്ക് ഓടി. വേണി നിലവിളിച്ചു, അമ്മേ! വീടിന്റെ താഴത്തെ നിലയിൽ വെളിച്ചം തെളിഞ്ഞു. മുകളിലെ വേണിയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ വെളിച്ചം വീണു. ദത്തൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കിടക്കയിൽ അവള് ശ്വാസം മുട്ടുകയാണ്, ഏങ്ങലടിച്ച് കരയുകയാണ്. വേണി! ദത്തൻ അവളെ കുലുക്കി ഉണർത്തി. ഉണർന്നിട്ടും നടുക്കത്തിൽ നിന്നും രക്ഷപ്പെടാനാവാതെ അവൾ പറഞ്ഞു, അമ്മയെ ഒരു സത്വം എടുത്തുകൊണ്ട് ഓടുന്നു. അല്ലെ, എനിക്കറിയാം, സാരല്ല, ഉറങ്ങിക്കോളൂ. ഏട്ടൻ അടുത്തിരിപ്പുണ്ട്. കോണിപ്പടികളിൽ കാലച്ചു കേട്ടു. തിടുക്കം കൊണ്ടറിയാം, 50 കഴിഞ്ഞ അച്ഛനല്ല, 32 വയസ്സ് മാത്രമുള്ള ചെറിയമ്മയാണതെന്ന്. ദത്തന്റെ കണക്കൂട്ടിൽ തെറ്റില്ല. വാതിക്കലെത്തിയ വിദ്യ വിളിച്ചു ചോദിച്ചു, എന്താ ദത്ത? പാതിരാത്രിയിൽ എന്നും ഒരു നിലവിളി, ദുസ്വപ്നം. കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ സ്വപ്നം കണ്ട് കരയാൻ? ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ. താഴെ രാമകൃഷ്ണൻ നായർ വിളിച്ചപ്പോ വിദ്യ ഇറങ്ങിപ്പോയി. ദത്തൻ തിരിഞ്ഞ് വേണിയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ സുഖനിദ്ര മുറിഞ്ഞു. നീയാണ് മുറിച്ചത്. ഞാൻ മനഃപൂർവ്വമല്ലല്ലോ ഏട്ടാ. ഏട്ടൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ദത്തൻ അവളുടെ മുടിയിൽ തടവി. അമ്മ മരിച്ച മാസമായതുകൊണ്ടാവും ഈ സ്വപ്നം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അമ്മയുടെ പുന്നാരക്കുട്ടിയായിരുന്നില്ലേ? വർഷം എത്ര കഴിഞ്ഞിട്ടും ആ സന്ധ്യ എന്റെ നെഞ്ചിലുണ്ട്. അമ്മ നമ്മളെ വിട്ടുപോയ സന്ധ്യ. വേണി കണ്ണീര് തുടച്ചു. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമകൃഷ്ണൻ നായർ ദത്തനോട് പറഞ്ഞു, ഹോസ്റ്റലിൽ അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. നിന്ന് പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തിരക്കണം. ഏത് ഹോസ്പിറ്റലാണ് അച്ഛാ? ദത്തൻ ചോദിച്ചു. വിമൻസ് ഹോസ്പിറ്റല്. ആർക്കാണ് അഡ്മിഷൻ? വേണിക്ക്. ദത്തന് മനസ്സിലായില്ല. അയാളെ രാമകൃഷ്ണൻ നായരെയും വിദ്യയെയും മാറി മാറി നോക്കി. വേണി ഇവിടുന്ന് ഇപ്പൊ പോയി വരികയല്ലേ കോളേജിലേക്ക്? 3 കിലോമീറ്ററല്ലേ ഉള്ളൂ. അതെനിക്കറിയാം. രാമകൃഷ്ണൻ നായർ നീരസത്തോടെ ദത്തനെ ഉറ്റുനോക്കി. അവളുടെ ഡിഗ്രി മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അത് പരീക്ഷാ സമയത്ത് അവൾക്ക് സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ടല്ലേ. നീ എന്താ എന്നെ പഠിപ്പിക്കാണോ? രാമകൃഷ്ണൻ നായരുടെ സ്വരമുയർന്നു. അടുത്ത മുറിയിൽ നിന്നിരുന്ന വേണി ഞെട്ടിപ്പോയി. ഈ അന്തരീക്ഷത്തിൽ നിന്നും അവളൊന്ന് മാറി നിൽക്കട്ടെ, എങ്കിലേ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചാൽ തീർച്ചയാ വേണി 1ാം റാങ്ക് വാങ്ങും, വിദ്യ പറഞ്ഞു. നിനക്ക് എന്നേതാ ഡ്യൂട്ടി? രാമകൃഷ്ണൻ നായർ ദത്തനോട് ചോദിച്ചു. ഈവനിങ് ആണ്. എപ്പോഴാണ് ഹോസ്റ്റലിൽ പോകുന്നത്? അയാൾ മകന്റെ മുഖത്തേക്ക് നോക്കി. വൈകണ്ട. ദത്തൻ തലകുലുക്കി. രാമകൃഷ്ണൻ നായർ കസേര പിന്നിലേക്ക് നീക്കി എഴുന്നേറ്റ് വാഷ് ബേസിന്റെ ഭാഗത്തേക്ക് പോയി. ദത്തൻ മുകളിലേക്കും. അയാൾക്ക് പുറമെ വേണി അങ്ങോട്ട് ചെന്നു. അച്ഛന്റെയും ചെറിയമ്മയുടെയും ഉറക്കത്തിന് ഞാൻ തടസ്സമുണ്ടല്ലേ? അവൾ ചോദിച്ചു. ദത്തൻ തിരിഞ്ഞു നോക്കി. എനിക്കും സമ്മതമായിട്ടാ. അമ്മയുടെ ഓർമ്മ പോലും പേടിച്ച് കടന്നു വരുന്ന ഈ വീട്ടിനേക്കാൾ ഭേദം ഹോസ്റ്റൽ തന്നെയാ. ഏട്ടൻ പോയി ഒന്ന് അന്വേഷിക്കൂ. ദത്തൻ അവളുടെ അടുത്തേക്ക് വന്നു. ചുമലിൽ കൈവച്ച് ചോദിച്ചു, അമ്മ മരിച്ച തീയതി നമ്മുടെ അച്ഛന് ഓർമ്മയുണ്ടാവുമോ? കൂട്ടുപിരികവും തടിച്ച ശരീരവും പുരുഷ സ്വരവും. അതായിരുന്നു ഹോസ്റ്റൽ വാർഡൻ. ഡബിൾ റോളാണ് അവർക്ക് ചെയ്യേണ്ടിയിരുന്നത്, വാർഡനായിട്ടും ഫിസിക്സ് പ്രൊഫസറായിട്ടും. പ്രൊഫസർ കല്യാണി മേനോൻ ചോദിച്ചു, കുട്ടിയുടെ ബ്രദറാണല്ലേ? പേര്? ദത്തൻ. ദേവദത്തൻ. അതല്ല, അനുജത്തിയുടെ പേര്? വേണി. നല്ല പേരാണ്. മലയാളത്തിലെ ഒരു സാഹിത്യകാരന്റെ ഭാര്യയുടെയോ മകളുടെയോ പേരാണിത്. പ്രൊഫസർ കല്യാണി മേനോൻ കണ്ണടയൂരി സാരിത്തലപ്പ് കൊണ്ട് ചില്ല് തുടച്ചു വീണ്ടും മുഖത്ത് സ്ഥാപിച്ചു. വീണ്ടും പുരുഷ ശബ്ദം. എന്താ പേര്? വേണി. അതല്ല, യുവർ നെയിം? ദത്തൻ. നേരത്തെ പറഞ്ഞു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആകാശവാണിയിൽ. അത് കേട്ടതും കല്യാണി മേനോന്റെ കണ്ണുകള് പ്രകാശിച്ചു. ആകാശവാണി എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ റേഡിയോ? ന്യൂസ് റീഡർ ആണോ? അല്ല, പ്രോഗ്രാം അനൗൺസർ. റേഡിയോ എന്റെ ദൗർബല്യമാണ്. റേഡിയോ ആർട്ടിസ്റ്റുകൾക്ക് സത്യത്തില് സ്റ്റേജില് ആർട്ടിസ്റ്റുകളെക്കാൾ ഫിലിം ആർട്ടിസ്റ്റുകളെക്കാൾ കഴിവുള്ളവരാണെന്ന് ഞാൻ പറയും. വെറും ശബ്ദം കൊണ്ട് മാത്രം അവർ കഥാപാത്രങ്ങളായിട്ട് മാറുകയല്ലേ? കല്യാണി മേനോൻ വാചാലമായി സംസാരിച്ചു. യുവർ ഫാദർ? ചീഫ് എഞ്ചിനീയർ രാമകൃഷ്ണൻ നായർ, PWD. അച്ഛൻ സ്ഥലത്തില്ല, അതുകൊണ്ടാ ഞാൻ വന്നത്. നന്നായി. കല്യാണി മേനോൻ ചിരിച്ചു. എനിക്ക് മിസ്റ്റർ ദത്തനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. പിന്നെ വേണിയെ നോക്കി പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് സ്വന്തം വീടിനേക്കാൾ യോജിച്ചത് ഹോസ്റ്റലാണ്. ഡിസിപ്ലിൻ കർശനമാക്കിയ ഹോസ്റ്റലായിരിക്കണമെന്ന് മാത്രം. കഴിഞ്ഞ വർഷത്തെയും അതിനു മുമ്പുള്ള വർഷങ്ങളെയും കഥ എനിക്കറിയില്ല. ചില പരാതികളെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ വർഷം ഒരു ഭാഗത്തുനിന്നും ഒരു പരാതി ഉണ്ടാവില്ല, ഡിസിപ്ലിന്റെ കാര്യത്തില് വിശേഷിച്ചും. വേണി വിനയപൂർവ്വം തലകുലുക്കി. ഹോസ്റ്റല് ഭംഗിയുള്ള 3 നില കെട്ടിടം, പിന്നെ 2 നില കെട്ടിടങ്ങള്, മണൽ വിരിച്ച മുറ്റം,
അവിടെ പേരമരങ്ങളും അത്തിമരങ്ങളും തണൽ വിരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് കെട്ടിയ പ്ലാസ്റ്റിക് കയറുകളിലെ വസ്ത്രങ്ങള് വെയിൽക്കാഞ്ഞു കിടക്കുന്നു. റൂംസൊക്കെ മിക്കവാറും ഫുള്ളായി കഴിഞ്ഞു. എങ്കിലും കല്യാണി മേനോൻ രജിസ്റ്ററിലൂടെ ഒന്ന് കണ്ണോടിച്ചു. 18-ൽ ഒരാളേ ഉള്ളൂ. ആ റൂമിൽ 3 പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ചിലപ്പോ 4 ഉണ്ടാവും. കല്യാണി മേനോൻ ചിരിച്ചു. പിന്നെ വരാന്തയിൽ കൂട്ടം കൂടി നിന്നിരുന്ന പെൺകുട്ടികളിൽ ഒരാളെ വിളിച്ചു. ഈ കുട്ടിയെ 18-ലേക്കൊന്ന് കൊണ്ടുപോകൂ. ബാഗും ചൂന്ന് ആ കുട്ടിയോടൊപ്പം വേണി 2-ാം നിലയിലേക്ക് പോയി. മിസ്റ്റർ ദത്തൻ, എനിക്ക് റേഡിയോയിൽ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നാടകം അഭിനയിക്കാനൊന്നും എനിക്ക് വശമില്ല. നോക്കൂ മിസ്റ്റർ ദത്തൻ, ഫിസിക്സ് ആണ് എന്റെ വിഷയം എന്ന് വെച്ച് അത് മാത്രമേ എനിക്ക് അറിയുമെന്ന് കരുതണ്ട. ദത്തൻ അറിയാമോ, ഞാൻ കവിത എഴുതും. ഓഹോ, ദത്തൻ പുഞ്ചിരിച്ചു. ചുമ്മാ കുത്തിക്കുറിക്കും. വിഷയം മനസ്സിൽ തട്ടണം. എങ്കിലെ പേനയെടുക്കൂ. അത് നിർബന്ധ. അതാണ് നല്ലത്. ദത്തൻ തല മെല്ലെ ചരിച്ച് സ്റ്റെയർകേസിലേക്ക് നോക്കി. വേണി എന്താണ് വരാത്തത്? ഈ സമയം 18-ാം നമ്പർ മുറിയിലേക്ക് വേണി കയറി ചെന്നു. മുറിയില് ആരെയും കണ്ടില്ല. 3 കട്ടിലുകൾ, പക്ഷെ സാധാരണ കട്ടിലിന്റെ അത്ര വീതിയില്ല. ഹോസ്റ്റലിന് വേണ്ടി പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതാവും. ജനലിനോട് ചേർന്നുള്ള കട്ടില് മൊത്തം വിരിയിട്ടിരുന്നു. അതിൽ മേൽ ഒരു ഫിലിം വേൾഡ് തുറന്നു കിടക്കുന്നു. ആ കട്ടിലിനോട് ചേർന്ന് ഒരു മേശ, അതിന്മേൽ പുസ്തകങ്ങള്. മേശയ്ക്ക് തൊട്ടുമുകളിലെ ചുമരില് ഒരു പുതിയ ഹിന്ദി സിനിമാ താരത്തിന്റെ കളർ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സിനിമാ ഭ്രാന്തിയാണെന്ന് തോന്നുന്നു ആള്. വേണി ഊഹിച്ചു. മേശമേലൊരു ട്രാൻസിസ്റ്റർ കം ടേപ്പ് റെക്കോർഡർ, സൗന്ദര്യവർദ്ധക സാമഗ്രികള്, ചുവരിൽ മാക്സികളും മിടികളും ചുരിദാറും അടിയുടുപ്പുകളും തൂങ്ങിക്കിടന്നു. ആളെ മാത്രം കാണാനില്ല. വേണി ബാഗ് കട്ടിൽ വെച്ചു. ജനാലയിലൂടെ നോക്കിയാൽ ടാറിട്ട റോഡ്, അകലെ കോളേജ് ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ. വേണി വാതിൽ ചാരിയ ശേഷം പുറത്തേക്ക് പോന്നു. പടികൾ ഇറങ്ങുമ്പോ എതിരെ ഒരു ഇരുനിറക്കാരി ഓടിക്കയറി വന്നു. അവള് വേണിയെ വന്ന് ഇടിച്ചാണ് കയറിപ്പോയത്. സോറി എന്ന് പറഞ്ഞതുപോലെ തോന്നി. താഴെ വാർഡന്റെ മുറിയിലേക്ക് എത്തിയപ്പോ കല്യാണ മേനോൻ ചോദിച്ചു, റൂം കണ്ടില്ലേ? ഇഷ്ടായില്ലേ? വേണി തലകുലുക്കി. അപ്പോ ഞൊടിയുടെ കൊണ്ട് അവളെ മുമ്പ് ഇടിച്ചു കയറിയ പോയ പെൺകുട്ടി തിരിച്ചിറങ്ങി താഴെ വന്നു. അവളെ കണ്ടതും കല്യാണി മേനോൻ വിളിച്ചു, മിലി, ഇവിടെ വരൂ. മിലി വാതുക്കലേക്ക് വന്നു. കല്യാണി മേനോൻ മിലിയെ വാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് കുട്ടിയുടെ റൂംമേറ്റ് മിലി. വേണി അവളെ നോക്കി പുഞ്ചിരിച്ചു. മിലി, പുതിയ ആള് വേണി. ദത്തൻ യാത്ര പറഞ്ഞ് എഴുന്നേറ്റു. ഒരു ദിവസം ഞാൻ റേഡിയോ സ്റ്റേഷനിൽ വരാം കേട്ടോ, കല്യാണി മേനോൻ പറഞ്ഞു. ഒരു നടുക്കത്തോടെ ദത്തൻ അത് കേട്ടു. പിന്നെ വേണിയോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. മിലി വരാന്തയിൽ നിന്നും അവരെ നോക്കി. മരത്തണലിലൂടെ നടക്കുമ്പോൾ ദത്തൻ ചോദിച്ചു, മുറി എങ്ങനെ? സൗകര്യമുണ്ടോ? ചീഫ് എഞ്ചിനീയർ സാറിന്റെ ബംഗ്ലാവിലെ വിശാലമായ മുറികളെക്കാൾ സുന്ദരം. ഇനി ഞാൻ ദുസ്വപ്നം കാണും എന്ന് തോന്നില്ല. നല്ല സ്വപ്നം മാത്രം. വേണി ദത്തന്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ഇപ്പോ ദന്തിസ്റ്റ് ചെറിയമ്മയ്ക്ക് സ്വർണപ്പല്ലുകൾ വെക്കുകയോ? ദത്തൻ പറഞ്ഞു. അതുകൂടിയാകുമ്പോ 4 സ്വർണപ്പല്ലുകള്. വേണി ചിരിച്ചു. എന്റെ കൂടെ ഇവിടെ വരെ ഒന്ന് വരാൻ അച്ഛനും സമയമുണ്ടായില്ല. അനന്താ ഏട്ടൻ വന്നില്ലേ? നമ്മളല്ലടാ കമ്പനി. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ചലച്ചിത്ര ഗാനങ്ങള് വെക്കില്ലേ? അസലായിട്ട് അനൗൺസ്മെന്റ് ചെയ്യണം കേട്ടോ. ആകാശവാണി, എന്റെ അനിയത്തി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്നൊരു കാച്ചു കാച്ചിയാലോ? എന്നാ കുഞ്ഞിന് പിന്നീട് ഒരിക്കലും അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വരില്ല. വേണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദത്തൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വേണിയുടെ സിരസിലൊന്ന് തടവി. എന്നിട്ട് അകന്നകന്നു പോയി. പെട്ടെന്ന് തന്റെ കണ്ണുകൾ നിറയുന്നത് വേണി അറിഞ്ഞു. ദത്തൻ പോയ വഴി നോക്കി അവൾ അവിടെ തന്നെ നിന്നു. കുറേ നിമിഷങ്ങള്. ആരോ അടുത്തേക്ക് വരുന്നെന്ന് തോന്നി. വേണി തിരിഞ്ഞു നോക്കി. ആ കുട്ടിയായിരുന്നു, മിലി. ഇവിടെ തന്നെ നിൽക്കുകയാ? റൂമിലേക്ക് വരുന്നില്ലേ? മിലി ചോദിച്ചു. ആരായിരുന്നു അത്? കസിന? ഏട്ടൻ, ഏടത്തി, അച്ഛൻ, അമ്മ, സുഹൃത്ത്, ഗുരു എല്ലാണാ പോയത്. വേണിക്ക് പറയണം തോന്നി. പക്ഷെ മിലി ഓർത്തത് വേറൊന്നാണ്. അതേ ചിരി, അതേ സ്വരം, അതേ താടി. ഈശ്വര, കബീർ ബോഡിയെ പോലെ തന്നെ. അധ്യായം 2. അച്ഛനും ചെറിയമ്മ എത്തിയില്ലേ? ഒഴിഞ്ഞ കാർപോർട്സിൽ ബൈക്ക് നിർത്തിയിട്ട് ജോലിക്കാരനോട് ദത്തൻ ചോദിച്ചു. വന്നിട്ട് പിന്നെയും പോയി. എങ്ങോട്ട് പോയി എന്ന് ദത്തൻ ചോദിച്ചില്ല. മുറിയിലേക്ക് നടക്കുമ്പോൾ അയാൾ ഓർത്തു, സ്വർണപ്പത്തിൽ വെച്ചാൽ മാത്രം പോരല്ലോ, അത് ലോകം അറിയണല്ലോ. ഒന്നുകിൽ കൂട്ടുകാരികളെ നേരിൽ കണ്ട് പറയണം, അല്ലെങ്കിൽ ഫോണിലൂടെ അറിയിക്കണം. ഹലോ, സുഷമയാണോ? ഇത് ഞാനാ, വിദ്യാരാമൻ നായര്. അറിഞ്ഞോ, ഞാനൊരു പല്ലൂടി വെച്ചു. സ്വർണ, ഇപ്പൊ ആകെ 4 പല്ലായി. ഹലോ, ഹേമലതയാണോ? ഇത് ഞാനാ, വിദ്യാരാമകൃഷ്ണൻ നായരെ. തനിക്ക് 2 സ്വർണ്ണപ്പല്ലല്ലേ ഉള്ളൂ, എനിക്കിപ്പോ 4 ദത്തൻ ആ ഫോൺ വിളികള് ഭാവന ചെയ്ത് ചിരിച്ചുപോയി. ഹേമലത രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഇടയ്ക്കിടെ പത്രത്തിൽ കാണാം. അവരെ നിലവിളക്ക് കൊളുത്തുന്നതും നാടകം മുറിക്കുന്നതും. ഡൽഹി വരെ നീളമുള്ള സ്വാധീനമുള്ള നേതാവ്. വിശാലമായ ചിരിയാണ് അവരുടെ. 2 സ്വർണ്ണപ്പല്ലുകളും കാണുന്ന ചിരി. ദത്തൻ ഓർത്തു, ചെറിയമ്മ രാഷ്ട്രീയത്തിൽ കടക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, എല്ലാം കൂടി ദൈവം കൊടുക്കില്ലല്ലോ.
ദത്തൻ മുറിയിലെത്തി. ലുങ്കിയും ഒരയഞ്ഞ കുപ്പായവും ധരിച്ചു കിടക്കയിൽ ചാഞ്ഞു. വീട് ഉറങ്ങിപ്പോയോ? വേണി ഉള്ളപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. അവള് പൊട്ടിച്ചിരിച്ചോ ഉച്ചത്തിൽ സംസാരിച്ചോ കേട്ട നാള് ദത്തൻ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പത്തില് ഫ്രോക്ക് ഇട്ട് നടന്ന പ്രായത്തില് അന്ന് അവൾ ഉറക്കെ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അമ്മയുണ്ടായിരുന്നു. ദത്തൻ എഴുന്നേറ്റ് വേണിയുടെ മുറിയിലേക്ക് ചെന്നു. മേശമേലിരിക്കുന്ന വലിയ ടേപ്പ് റെക്കോർഡറിലേക്ക് നോക്കിയപ്പോ അയാൾ ആലോചിച്ചു. പാട്ട് അവൾക്ക് വളരെ ഇഷ്ടമാണ്. ദത്തനകത്ത് പുറത്തു പോകുമ്പോഴൊക്കെ കാസറ്റുകൾ വാങ്ങും. ബഹളം കുറഞ്ഞ പാട്ടുകളാണ് ഇഷ്ടം. ഹോസ്റ്റലിൽ അവള് എങ്ങനെ പാട്ട് കേൾക്കും? ഈ റെക്കോർഡർ കൊണ്ടുപോയി കൊടുത്താലോ? അച്ഛൻ അറിഞ്ഞാൽ കുറ്റപ്പെടുത്തും. അവള് പഠിക്കാനോ പാട്ട് കേട്ട് രസിക്കാനോ അങ്ങോട്ട് പോയിരിക്കുന്നത്? വേണ്ട. ഹോസ്റ്റലിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് റെക്കോർഡറോ ട്രാൻസിസ്റ്ററോ ഉണ്ടാവാതിരിക്കില്ല. ഇല്ലെങ്കിൽ അപ്പോഴാകാം. ദത്തൻ സമാധാനിച്ചു. രാമകൃഷ്ണൻ നായർക്ക് സംഗീതം വെറുപ്പാണ്. വേണി ചോദിക്കാറുണ്ട്. പാട്ട് കേട്ടാ ചെവികുത്തുന്ന ഈ അച്ഛന്റെ മകൾക്ക് ഇങ്ങനെ പാട്ടിനോട് ഇത്ര സ്നേഹം വന്നു കേട്ടാ? മണ്ടി. അമ്മയ്ക്ക് പാട്ട് ഇഷ്ടമായിരുന്നു. വേണി ഇടയ്ക്ക് വല്ലപ്പോഴും കൊച്ചു കഥകൾ എഴുതും. അവൾക്ക് വായിക്കാൻ മാത്രം ഒരു ഡയറിയിലെ 8-10 എഴുതി വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ദത്തൻ കണ്ടു. എന്തിനാ മോളെ എഴുത്തും വെട്ടലും? ഒരെണ്ണമെങ്കിലും ഏട്ടന് വായിക്കാൻ തന്നൂടെ? ദത്തൻ ചോദിക്കും. ഉടൻ കണ്ണു ചിമ്മും. കൊച്ചുകുട്ടിയുടെ മാതിരി ഒരു ഇരിപ്പുണ്ട്. ദത്തൻ അപ്പോ അമ്മയെ ഓർമ്മ വരും. ഉറങ്ങാൻ കൂട്ടാക്കാത്ത മകന് ആനയുടെയും കുരങ്ങന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോ അമ്മയും ഇതേമാതിരി കണ്ണു ചിമ്മിയിരുന്നു. വേണിക്ക് അമ്മയുടെ ഛായയാണ്. ദത്തൻ ചുവരിലേക്ക് നോക്കി. അമ്മയുടെ ഫോട്ടോ. ഈയിടെ അയാളെ പുതിയ ചില്ലു ഫ്രെയിം ഇട്ട് കൊണ്ടുവച്ചതാണ്. മെഡിക്കൽ കോളേജിലെ നെഞ്ചിൽ അർബുദമായി കിടന്ന അമ്മയുടെ ക്ഷീണിച്ച മുഖമല്ല, ഒരു കുളിർമയുള്ള പ്രഭാതം പോലെ സ്നേഹം മാത്രം ചെരിയുന്ന പുഞ്ചിരിയോടെ മകളെ ഉറ്റുനോക്കിയിരുന്ന മുഖം. രോഗിണിയാകും മുമ്പുള്ള മുഖം. അച്ഛന്റെ മുറിയിലിരിക്കുന്ന ഫോട്ടോയാണ്. മങ്ങിയ പോലെ. മാറാല പിടിച്ചപ്പോ അച്ഛൻ ഒരു ദിവസം അത് അലമാരയിലേക്ക് മാറ്റി. വേണിയാണ് മടിച്ചാണെങ്കിലും ചോദിച്ചത് അത് തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അച്ഛൻ എതിർത്തില്ല. അവളുടെ മുറിയിൽ ചുമരില് അമ്മ ഇരിക്കുമ്പോ അച്ഛന്റെ മുറിയില് കിടക്കയിൽ രണ്ടാമതൊരമ്മ. ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ എന്തൊരു ശ്വാസമുട്ടലായിരുന്നു താനും വേണിയും അനുഭവിച്ചിരുന്നത്. ദത്തൻ ഓർമ്മിച്ചു. അപരിചിതയും യുവതിയുമായിട്ടൊരു സ്ത്രീ വീട്ടിൽ ചുറ്റി നടക്കുന്നു. വേലക്കാരിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. നായയെയും അച്ഛനെയും കൂട്ടി നടക്കാൻ പോകുന്നു. കാറിൽ നഗരം ചുറ്റാൻ പോകുന്നു. എത്ര വേഗം ആ സ്ത്രീ വീടിന്റെ അച്ഛന്റെയും ഉടമസ്ഥയായി എന്നോർത്ത് അച്ഛന്റെ മക്കള് അത്ഭുതപ്പെട്ടു. പിന്നെ ആ സത്യത്തെ വിഴുങ്ങാൻ ശീലിച്ച് ഒരേ വീട്ടില് അച്ഛനും ഭാര്യയും ഒരു ഭാഗത്തും അമ്മയും മക്കളും മറുഭാഗത്തും ജീവിച്ചു. താഴെ കാറിന്റെ ഹോണ്. ദത്തൻ ജനാലയിലൂടെ ഗേറ്റിംഗിലേക്ക് നോക്കി. വേലക്കാരി സ്ത്രീ ഗേറ്റിലേക്ക് ഓടുന്നു. വൈകിയ ചെറിയമ്മ ശകാരിക്കും. കാറ് മുറ്റത്തേക്ക് ഒഴുകി വന്നു. ഡ്രൈവ് ചെയ്യുന്നത് ചെറിയമ്മയാണ് എന്നാണ് അച്ഛൻ അവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഓർമ്മ വന്നു. അച്ഛനല്ല, ഏതോ ഒരു മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ. ഒരു വയസ്സൻ മേജറുടെ ഭാര്യയാണ് അതിന്റെ ഉടമസ്ഥ. സർവ്വ കൊച്ചമ്മമാരെയും ഡ്രൈവർമാരാക്കുക ആണ് ലക്ഷ്യം. നല്ല കാര്യം. ദത്ത. കൃഷ്ണനായരുടെ ശബ്ദത്തിന് നല്ല മുഴക്കാണ്. ദത്തൻ തിടുക്കത്തിൽ താഴെ എത്തി. വിദ്യ കുറെ പാക്കറ്റുകളുമായി അവരുടെ മുറിയിലേക്ക് പോയി. ഷോപ്പിംഗ് വിശാലമായിരുന്നെന്ന് ദത്തന് തോന്നി. എഞ്ചിനീയർക്ക് യഥേഷ്ടം കൈക്കൂലി കിട്ടുമ്പോ ആ പണം ചെലവഴിക്കാൻ കൂടി വഴികൾ തുറന്നു കിടക്കുന്നു. സ്വർണ്ണക്കടകള്, തുണിക്കടകള്. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. ഹോസ്റ്റലില് റൂം കിട്ടി. രാമകൃഷ്ണൻ നായർ വിദ്യക്ക് പുറകെ പോയി. ഇനി എന്തു വേണമെന്നറിയാതെ ദത്തൻ അവിടെ തന്നെ നിന്നു. അപ്പോ വിദ്യ ആ വഴി വന്നു. വേണിക്കൊരു മോതിരം വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവളുടെ വിരലിന്റെ അളവറിയില്ലല്ലോ. വിരൽ മുറിച്ചു തരാൻ പറയട്ടെ എന്ന് ഞാൻ ചോദിക്കാൻ ദത്തന് തോന്നി. വിദ്യ വീണ്ടും അവരുടെ അന്തപുരത്തിലേക്ക് മടങ്ങുമ്പോ ദത്തൻ മുകളിലേക്കുള്ള പടികൾ കയറി. വേണിയുടെ മേശവലിപ്പ് തുറന്ന് ഒരു നോട്ട്ബുക്ക് കിട്ടി. വെറുതെ അത് മറച്ചു നോക്കിപ്പോയി. ഒരു കൊച്ചു കഥയായിരുന്നു. പുതിയതാണെന്ന് തോന്നി. ഭാഗ്യം വെട്ടിക്കളഞ്ഞിട്ടില്ല. ഇത്തിരി ശ്രമിച്ചാ വായിക്കാം. ദത്തൻ അത് വായിക്കാൻ ശ്രമിച്ചു. അയ്യോ, എന്നോടെന്താ നേരത്തെ പറയാത്തത്? കുട്ടിയുടെ ഏട്ടൻ റേഡിയോയിലാണെന്ന് മിലി നൈരാശ്യത്തോടെ ചോദിച്ചു. നല്ല പാട്ടിയാ ഞാനത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി എങ്ങനെ ഈ പാട്ടൊക്കെ പ്ലേ ചെയ്യുക, എങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ നാടകങ്ങളൊക്കെ അഭിനയിക്കുക, ന്യൂസ് വായിക്കുക, കുറെ സംശയങ്ങള് ഒക്കെ ചോദിക്കുമായിരുന്നു. ഒക്കെ അറിയാമായിരുന്നു. താനേ നല്ല പാട്ടിയാ. വേണി ചിരിച്ചു. ഏട്ടൻ ഇനിയും വരും. അപ്പൊ ചോദിച്ചറിയാം. വരുവോ? നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 9. എന്തേ? തോന്നില്ല കേട്ടോ. പുള്ളിക്കാരനെ ഏറിയാല് ഒരു 21 അത്ര തോന്നു. ആ താടി കൂടി കളഞ്ഞാല് ഒരു 16 അല്ലേ? എടോ, താൻ എന്നെ കളിയാക്കിയാണോ? മിലി വേണിയുടെ കട്ടിൽ വന്നിരുന്നു. വേണിയുടെ ചുരുണ്ട മുടി. സമൃദ്ധമായ മുടിയിലൂടെ അവള് വിരലോടിച്ചു. എനിക്കിഷ്ടമല്ല ചുരുണ്ട മുടി. പെൺകുട്ടികളുടെ മുടി ഇങ്ങനെ ഒഴുകനായി കിടക്കണം. അതാ ഭംഗി. താനെന്ത് പറയുന്നു? എന്തു പറയാൻ? ഷാംപൂവിന്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ ജയപ്രദയുടെ മുടി? അതുപോലെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നോക്കിക്കോ, ഒരുമാതിരി ഒരു മോഡലായി വരുന്നില്ലേ?
സ്വന്തം മുടി വേണിക്ക് നേരെ വീശിക്കൊണ്ട് മിലി ചോദിച്ചു. ഉവ്, എനിക്ക് മമ്മിയുടെ മുടിയാ. വേണു മൂളി. എന്റെ മമ്മി അറിയില്ലേ? ആരാ? 2 ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ഒരെണ്ണം കോളേജ് ജംഗ്ഷനില്, ഒരെണ്ണം പബ്ലിക് ലൈബ്രറി റോഡില്. സീറ്റിലിപ്പോ ആകെ മൊത്തം 10-20 എണ്ണം ഉണ്ടെങ്കിലും തിരക്ക് മുഴുവൻ ഞങ്ങളുടെ പാർലറില. ഈയിടെ ടി വിയിലുണ്ടായിരുന്നു മമ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂ. കണ്ടില്ലേ? ഇല്ല, വേണി പറഞ്ഞു. ടി വി പരിപാടിയൊന്നും അറ്റൻഡ് ചെയ്യാറില്ലേ വേണി? ചിലപ്പോഴൊക്കെ. എന്താ ഇഷ്ടം? മ്യൂസിക് ഇഷ്ടാ, ചിത്രകലയും, പിന്നെ കുറച്ച് സാഹിത്യം. അമീർ ഖാൻ സ്മാർട്ടാല്ലേ, പക്ഷേ സണ്ണി ഡിയോണം മസിൽസ്. ഹോ! മീരി സ്വന്തം കട്ടിലേക്ക് തവളയെ പോലെ ചാടി. കട്ടില് 4 കാലിൽ നിന്ന് തലയിണകൾ ചുണ്ടമർത്തി. വേണി അമ്പരപ്പോടെ ആ ചെയ്തികൾ നോക്കി. ദൈവമേ, ഈ കുട്ടിക്ക് എന്തുപറ്റി? അല്പനേരത്തെ മൗനത്തിന് ശേഷം മിനി പറഞ്ഞു. കമലിനെ ഞാൻ കുറ്റം പറയില്ല വേണി. ആരെ? കമലഹാസനെ. എന്തുകൊണ്ടും കമലിന് ചേർന്നവള് സരിക തന്നെ അല്ലേ? മിലി എഴുന്നേറ്റ് ജനാലക്കരികിൽ ചെന്നു. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി, കൈവീശി. ആരാണെന്ന് വേണി ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ മിലി പറഞ്ഞു, അമീർ ഖാനാ. വേണി പകച്ചു. ആ ഹിന്ദി താരം ഈ ഹോസ്റ്റലിന് മുമ്പിലോ? വേണിയുടെ അമ്പരപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീലി പറഞ്ഞു. വിരളാതടാ, ഫസ്റ്റ് ബികോമിലെ രാജേഷാ. ഞാനവനെ അമീർ ഖാൻ എന്നാ വിളിക്കാം. ശരിക്കും നല്ല ചായയുണ്ട്. മിലി തുരിതുര സംസാരിച്ചുകൊണ്ടിരുന്നു. വേണി വെറും കേൾവിക്കാരിയായിരുന്നു. ഇന്ന് വരെയുള്ള ജീവിതത്തില് ഇങ്ങനെ ഒരു അവിശ്രമം വർത്തമാനം പറയുന്ന ഒരു മനുഷ്യജീവിയെ താൻ കണ്ടിട്ടേ ഇല്ലെന്ന് അവൾ ഓർത്തു. രാത്രി ഡൈനിങ് ഹാളിൽ നിന്നും അത്താഴം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വേണി ചോദിച്ചു, മിലിയുടെ റേഡിയോ വർക്ക് ചെയ്യില്ലേ? അതെന്താ? വാങ്ങിയിട്ട് 1 മാസമായില്ല. വേണി ചിരിച്ചു. ഒരിത്തിരി നേരത്തേക്ക് അതൊന്നും തരുമോ? പാട്ട് കേൾക്കാനാണോ? ചലച്ചിത്ര ഗാനങ്ങള്. എനിക്ക് ഹിന്ദി സോങ്സാ ഇഷ്ടം, എക്സ്പെഷ്യലി സണ്ണിയോ സൽമാനോ അഭിനയിച്ച. ബാക്കി കേൾക്കാൻ നിൽക്കാതെ വേണി മുറിയിലേക്ക് നടന്നു. പാട്ടിന്റെ സമയമായപ്പോ അവളെ ട്രാൻസിസ്റ്റർ വാങ്ങിച്ച് അടുത്തു വെച്ചു. ദത്തന്റെ ശബ്ദം അവളെ തേടി വന്നതും കണ്ണുകൾ നിറഞ്ഞു. ഈശ്വര, ഇന്നിത് 2ാമത്തെ പ്രാവശ്യമാണല്ലോ കരച്ചിൽ വരുന്നത്. ഏട്ടാ, ഏട്ടന്റെ ഈ വേണിമോൾക്ക് എന്തുപറ്റി? വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്താണ് ഏട്ടൻ, എന്നിട്ടും വളരെ വളരെ അകലെയാണെന്ന് തോന്നുന്നു. നല്ല ശബ്ദം അല്ല വേണി? മിലി ചോദിച്ചു. ഏട്ടനാ? വാട്ട്? വേണിയുടെ ഏട്ടൻ? സത്യം? അതെ, എന്റെ ഏട്ടൻ, ദേവേട്ടൻ, ദേവദത്തൻ. മൈ ഗോഡ് എന്ന് പറഞ്ഞ് മിലി വേണിയുടെ നേർക്ക് കുതിച്ചു. വേണിയിൽ നിന്നും ട്രാൻസിസ്റ്റർ വലിച്ചെടുത്തു. പിന്നെ സ്വന്തം കിടക്കയിൽ മലർന്നു കിടന്നു. ട്രാൻസിസ്റ്റർ മാറിൽ വെച്ച് ദത്തൻ അടുത്ത ഗാനം അനൗൺസ്മെന്റ് ചെയ്തതും സ്പീക്കറിലേക്ക് മുഖം അടുപ്പിച്ച് മിലി വിളിച്ചു. ഹലോ, കേൾക്കാമോ ദത്തൻ അവർകളെ? ഭവാന്റെ ശബ്ദം മധുരം, അതിമധുരം. ഇനി എന്നാണ് ഈ വഴി വരുന്നത്? എനിക്ക് ഉടനെ കാണണം. വരാമെന്നോ? താങ്ക് യു. വേണി മിലിയെ അന്തം വിട്ടു നോക്കിയിരുന്നു. അധ്യായം 3. ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. മുറിയിലേക്ക് വന്നപാടെ മിലി പറഞ്ഞു. ആരുടെ? വേണി ഏതോ പുസ്തകം വായിക്കായിരുന്നു. ഒരു പീരീഡ് ക്ലാസ് ഇല്ലാതിരുന്നതിനാല് അവള് നേരത്തെ വന്നു. അമീർ ഖാന്റെയാ? ഐ മീൻ രാജേഷിന്റെ. വേണി കാര്യം പിടികിട്ടാതെ മിലിയെ ഉറ്റുനോക്കി. ലവ് ലെറ്റർ. മിലി ചിരിച്ചു. പിന്നെ വേണിയുടെ അടുത്ത് വന്ന് ചേർന്നിരുന്നു. 8-10 ദിവസമായുള്ളൂ അവള് വേണിയുമായിട്ട് പരിചയത്തിലായിട്ട്. പക്ഷെ പെരുമാറ്റത്തിൽ വർഷങ്ങളായിട്ടുള്ള പരിചയത്തിന്റെ നിറം. വായിക്കട്ടെ? തനിച്ചിരുന്ന് വായിച്ചോളൂ, അതാണ് നല്ലത്, വേണി പറഞ്ഞു. ഇതങ്ങനെ രഹസ്യ ഏർപ്പാടൊന്നുമല്ല വേണി. അമീർ ആദ്യമായിട്ട് തരുന്ന ലെറ്ററാ. കാഴ്ചയുള്ള നിലവാരം കത്തിലുണ്ടോന്ന് നോക്കട്ടെ. വായിക്കട്ടെ? വേണ്ട മിലി, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. താൻ എന്ത് പെൺകുട്ടിയാ? ഈ പ്രായത്തിലല്ലേ നമ്മള് ഈ രസമൊക്കെ അറിയേണ്ടത്? വയസ്സായി പല്ലും കൊഞ്ഞിരിക്കുമ്പോ ആരാ നമുക്കൊക്കെ പ്രേമലേഖനം തരിക? അഥവാ തന്നാ തന്നെ എങ്ങനെ വായിക്കാൻ പറ്റുക? കണ്ണടയും വെച്ച് തപ്പി തപ്പി ഈ ലെറ്റർ വായിക്കുന്ന സീനൊന്ന് ഓർത്തു നോക്കന്റെ മോളെ. വേണി ചിരിച്ചു. വായിക്കട്ടെ? നിർബന്ധാണോ? ഇതൊക്കെ ഒരു രസമല്ലടോ. എന്നിട്ട് മിലി കത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങി. 2 വാചകം വായിച്ചപ്പോ തന്നെ വേണി തെറഞ്ഞു. ലോ ക്ലാസ് ആണ്, പ്ലീസ്. ഞാൻ വേണമെങ്കിൽ പുറത്തു പോകാം, എന്നാലെങ്കിലും ഉറക്കെ വായിക്കരുത്. മിലി പിന്നെ വായന മെല്ലെയാക്കി. ഇടയ്ക്കിടെ ഇക്കിളിപ്പെട്ടിട്ടെന്ന പോലെ ചിരിച്ചു. വേണിക്കും അസ്വസ്ഥയായിട്ട് തോന്നി. വായിച്ചു തീർത്ത് കത്ത് മുടക്കി ബുക്കിൽ തന്നെ വെച്ചിട്ട് മിലി പറഞ്ഞു. കുറെ ദിവസമായിട്ടും അവൻ ഇതും എഴുതി എന്റെ പിന്നാലെ നടപ്പ. നമ്മള് മനുഷ്യരല്ലേ, നമുക്ക് ഹൃദയമില്ലേ, അതുകൊണ്ട് വാങ്ങിയതാ എന്ന് വെച്ച് ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. വേണിയൊന്നും വേണ്ടിയില്ല. നമ്മളെയൊക്കെ മനസ്സിൽ നമ്മുടെ പുരുഷനെ പറ്റി ചില ആശയങ്ങളില്ലേ വേണി? വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ്? ഞാൻ അതേക്കുറിച്ചൊന്നും അത്ര ആലോചിച്ചിട്ടില്ല, വേണി പറഞ്ഞു. അത് നുണ. മിലി കള്ളച്ചിരി ചിരിച്ചു. ഏത് പെണ്ണും സങ്കല്പിക്കും, പിന്നെ കിട്ടുന്നത് വേറൊന്നായിരിക്കും, അത് വിധി. എന്റെ സങ്കല്പം പറയട്ടെ? ഷാറൂഖിന്റെ ചുറിയൂർക്ക്, സണ്ണിയുടെ മസിൽസ്, പിന്നെ നിന്റെ ഏട്ടന്റെ സ്വരം. അങ്ങനെ ഒരു ജീവി ഉണ്ടോ? വേണി ചോദിച്ചു. ഞാൻ ദൈവമായിരുന്നെങ്കിൽ ഈ നിമിഷം അങ്ങനെ ഒരു പുരുഷനെ സൃഷ്ടിച്ചെന്നെ. എന്നിട്ട് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഈ ഹോസ്റ്റൽ മുറ്റത്ത് കൂടി ഓടി നടന്നേനെ. ഹിന്ദി സിനിമ മിനിയെ വല്ലാതെ കയറി പിടിച്ചിരിക്കുന്നു. വേണി ചിരിച്ചു.
അന്ന് വാർഡൻ കല്യാണി മേനോൻ വേണിയെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. വേണി ചെന്നു. കല്യാണി മേനോൻ വേണിയുടെ വീട്ടുവിശേഷങ്ങൾ ചോദിച്ചു. പിന്നെ ചോദ്യം ദത്തനിലേക്ക് കടന്നു. എന്നാ ഇനി ഏട്ടൻ ഈ വഴി വരുന്നത്? വരും, എന്നാണെന്ന് അറിയില്ല. ആരാണിപ്പോഴത്തെ ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ? ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. നമുക്കൊരു ദിവസം അവിടെ ഒന്ന് പോകണം കേട്ടോ. ഏട്ടൻ എന്നോട് കവിത വായിക്കാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എനിക്കെന്തോ മടി. പിന്നെ കുട്ടി കൂടെ ഉണ്ടെങ്കിൽ പോകാം. വേണിക്ക് ഇഷ്ടമാണോ കവിത? വേണി എന്തോ അപകടം മണത്തു. മിലി പറഞ്ഞതോർത്തു. ചോര കുടിക്കും. വേണിയുടെ മറുപടി ഒന്നും കാക്കാതെ കല്യാണി മേനോൻ മേശ വലിപ്പ് തുറന്ന് ഒരു നോട്ട് പുസ്തകം എടുത്തു. വല്ലപ്പോഴും ഇവിടെ ഇരുന്ന് ഞാൻ കുത്തിക്കുറിക്കും. ദാ ഇന്നലെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് കുത്തിക്കുറിച്ചതാണ്. വായിക്കാം. കല്യാണി മേനോൻ വായിക്കാൻ ഭാവിച്ചതും ടെലിഫോൺ അടിച്ചു. അവര് റിസീവർ എടുത്തു. മുഖത്തോടൻ ഒരു താമരപ്പൂ വിരിഞ്ഞു. 100 ആയുസാ 100 ആയുസ്. ഞാനിപ്പോ വേണിയോട് മിസ്റ്റർ ദത്തനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. എവിടുന്നാ വിളിക്കുന്നത്? വീട്ടിൽ നിന്നോ? ദാ കൊടുക്കാം. കല്യാണി മേനോൻ റിസീവർ വേണിക്ക് കൈമാറി. എന്താ ഇന്നലെ മിനിഞ്ഞാന്ന് വിളിക്കാഞ്ഞത്? ഞാൻ ഏട്ടനോട് പിണക്കാം. മോളെ, ദത്തൻ പറഞ്ഞു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഒരു മന്ത്രിയെ റെക്കോർഡ് ചെയ്യാൻ പോയിരിക്കായിരുന്നു. ഇന്നലെ പാതിരാത്രിക്ക് എത്തിയത്. എങ്കിൽ സോറി, വേണി പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കുന്നു. കവിത റെഡിയാക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ വന്ന പല്ലും നഖവും ബാക്കിയല്ലേ? എന്ന് വെച്ച് ഇന്ന് വരാതിരുന്ന? വരാം. വൈകിട്ടിന്ന് ഇനി ഡ്യൂട്ടിയില്ല. നമുക്ക് ചുമ്മാ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാം. എവിടുന്നാ ഇപ്പൊ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു നിരൂപകനെ പറ്റി. കിരൺ, അയാളുടെ വീട്ടിൽ നിന്നാ. കറക്റ്റ് 3 മണിക്ക് വരണം. ഏട്ടൻ ശരിക്കും ഉറങ്ങിയിട്ട് ഒരു 5 മണിക്ക്. നോ 3. ശരി 3. ഫോൺ വെച്ചോ, അല്ലെങ്കിൽ വാർഡൻ ചാടിപ്പിടിച്ച് എന്റെ ചോര. വേണി പെട്ടെന്ന് റിസീവർ വെച്ചു. കല്യാണി മേനന്റെ മുഖം വല്ലാതെ. കുട്ടി എന്തായി ചെയ്തത്? എന്താ ടീച്ചറെ? എന്തിനാ ഫോൺ വെച്ച് കളഞ്ഞത്? മിസ്റ്റർ ദത്തനോട് എനിക്ക് ഇത്തിരി സംസാരിക്കണമായിരുന്നു. എന്ത് കുട്ടിയായി കുട്ടി? ഇനി എപ്പോഴാ ഏട്ടൻ വരുന്നത്? 3 മണിക്ക്. കുട്ടി മുറിയിലേക്ക് പോയിക്കോളൂ. ഭാഗ്യം എന്ന് വിചാരിച്ച് വേണി തിടുക്കത്തിലെ പടികളൊക്കെ കയറി ഓടി. കവിത വായിച്ചു കേൾപ്പിക്കുന്ന കാര്യം വാർഡൻ മറന്നതില് അവള് വളരെ സന്തോഷിച്ചു. ചിലപ്പോ മറവി ഒരനുഗ്രഹമാണ്. മുറിയിലെത്തിയതും മിലി ചോദിച്ചു, എന്തിനായിരുന്നു? കവിത. ഓ, ഇങ്ങനെ ഒരു പെണ്ണുമ്പിള്ള. പെണ്ണുങ്ങള് സമയത്ത് കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാവും. നീട്ടി വിളിച്ച് കല്യാണി മേനോൻ എന്ന് പേരിട്ടാൽ മാത്രം പോരാ, കല്യാണം കഴിക്കണം. വേണി വന്ന് കിടന്നു. അവളുടെ ചുണ്ടിലെ ചിരി കണ്ട് അടുത്തിരുന്ന് മിലി ചോദിച്ചു, എന്തായാലും പുഞ്ചിരി? ഏട്ടൻ വരുന്നുണ്ട്. എപ്പോ? ആഹ്ലാദത്തോടെ മിലി ചോദിച്ചു. വൈകുന്നേരം. ഹോസ്റ്റൽ ഗേറ്റിനപ്പുറം. രാജദൂത് ബൈക്കിന്റെ ശബ്ദം കേട്ടതും ആദ്യം ചാടി എണീറ്റ് വേണിയല്ല, മിലിയാണ്. വേണിയുടെ കൈ പിടിച്ചുകൊണ്ട് അവളും അടുത്തെത്തി. അവിടെ കണ്ട കാഴ്ച. കല്യാണി മേനോന്റെ മുമ്പിൽ ദത്തൻ ഇരിക്കുന്നു. കല്യാണി മേനോൻ ആവേശത്തോടെ വർത്താനം പറയുന്നു. മിലിക്ക് ദേഷ്യം വന്നു. വേണി, താൻ വേഗം ഏട്ടനെ പുറത്തേക്ക് വിളിക്ക്. നമുക്ക് വിസിറ്റേഴ്സ് റൂമിൽ പോയിരുന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോ അവര് കവിത എടുക്കും. വേണി ഓർത്തതും വേറൊന്നായിരുന്നു. ഏട്ടനെ കാണാൻ ഈ മിലി വെപ്രാളം കാണിക്കുന്നത് എന്തിനാ? ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് വേണി വാർഡന്റെ മുറിയിലേക്ക് ചെന്നു. ഉടൻ ദത്തൻ എഴുന്നേറ്റു. എന്താ മിസ്റ്റർ ദത്തൻ ഇത്ര തിടുക്കം? ഇരിക്കൂ, കല്യാണി മേനോൻ പറഞ്ഞു. അല്ല മാഡം, എനിക്ക് വേണിയോട് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്തിരി ഷോപ്പിങ്ങും. സമയം 3 കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ? പോയിട്ട് വരാം മാഡം. ദത്തൻ പുറത്തേക്ക് ഇറങ്ങി. 1-1.5 മണിക്കൂറിനുള്ളിൽ വരാമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും പിടിക്കും. മാഡം നാളെ ഉണ്ടാവില്ലേ? ഞാൻ നാളെയും വരാം. ഓ, എങ്കിൽ സി യു ടുമാറോ. താങ്ക് യു മാഡം. വേണി ദത്തനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോ കാത്തു നിന്നിരുന്ന മിലിയും പുറകെ കൂടി. എന്നെ പരിചയമുണ്ടോ സാർ? മിലി ചോദിച്ചു. ദത്തൻ മിലിയെ നോക്കി. വേണിയുടെ റൂംമേറ്റ് അല്ലേ? ഓ, ആശ്വാസായി. മറന്നില്ലല്ലോ. മിലി നെഞ്ചിൽ കൈയമർത്തി. അവള് തങ്ങൾക്കൊപ്പം നടന്നു വരുന്നത് കണ്ട് വേണി ആലോചിച്ചു. മിലി എന്താണാവോ ഉദ്ദേശിക്കുന്നത്? ഈ യാത്രയിൽ കൂടെ ചേരാനോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ബൈക്കിൽ 3 പേരെങ്ങനെ? ആ വാർഡന്റെ വട്ടാണ് സാർ, മിലി പറഞ്ഞു. സാറ് വന്നാൽ ഇനി ഇവിടെ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നാൽ മതി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. ഞങ്ങൾ? വേണി ആലോചിച്ചു. അപ്പൊ ഞാനും വേണിയും കൂടി ഒന്ന് ചുറ്റിയടിച്ചു വരാം. കുട്ടി എങ്ങോട്ടാ? കാറായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം കൂടാമായിരുന്നു. നിർഭാഗ്യവശാൽ കാറല്ല, ബൈക്കാണ്, വേണി പറഞ്ഞു. ഇനി ഒരു ദിവസം യാത്രയിൽ എന്നെയും കൂടി കൂട്ടിയാൽ മതി, മിലി പറഞ്ഞു. തീർച്ചയായും, ദത്തൻ ചിരിച്ചു. പിന്നെ വേണിയെയും കൂട്ടി പറന്നുപോയി. നിരാശയായ മിലി ഇത്തിരി നേരം കൂടി അവിടെ നിന്നു. കിഴവൻ വാച്ചർ ചോദിച്ചു, കുഞ്ഞിനെ അവരെ കൊണ്ടുപോയില്ലേ? താൻ പോടോ. മിലി ചിരിച്ചു നടന്നു. വാർഡന്റെ മുറി കടന്നതും കല്യാണി മേനോൻ വിളിച്ചു. മിലി ഇവിടെ വരൂ. മിലി ചെന്നു. ഈയിടെ ഇത്തിരി കുട്ടികളി കയറുന്നുണ്ട്. എന്താ ടീച്ചറെ? എന്താ ടീച്ചർ? ഒന്നും അറിയില്ല. എന്തായിരുന്നു ഇന്ന് രാവിലെ കെമിസ്ട്രി ലാബിന്റെ മുമ്പിൽ ഒരു പറ്റം ബോയ്സുമായിട്ട് ചിരിയും കളിയും? അതെന്താണെന്നാ ചോദിച്ചത്. ഇത് യൂറോപ്പും അമേരിക്ക ഒന്നല്ല, ഇന്ത്യയാണ്, കേരളമാണ്. പ്രായമായ പെൺകുട്ടികൾക്ക് ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ട്. അത് പ്രായമാകുമ്പോൾ പെൺകുട്ടികൾക്ക് തനിയെ മനസ്സിലാവാറുണ്ട്. കുട്ടിയെ പോലുള്ള ചിലർക്ക് അത് മറ്റുള്ളവര് പറഞ്ഞു തരേണ്ട അവസ്ഥയാണ്. കൂടുതൽ തമാശ വേണ്ട, പാകത്തിന് മതി.
തലതെറിച്ചവന്മാരൊക്കെയാണ് എന്തിനും ഏതിനും തയ്യാറുള്ളവര്. സൂക്ഷിക്കേണ്ടവരാ നിങ്ങള്. ഗേൾസ്, വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. മിലി തലതാഴ്ത്തി നിന്നു. പിന്നെ മുറിയിലേക്ക് നടന്നു. വാതിൽ വലിച്ചടച്ച് കണ്ണാടിയിൽ നോക്കി നിന്ന് അവള് പിറുവിറുത്തു. ആയ കാലത്ത് കല്യാണം നടന്നില്ല, അതിന്റെ വീർപ്പുമുട്ടില്ല. കൊച്ചു പെൺപിള്ളേരോട് അസൂയ, നാശം, മുതുക്കി, ഗുണം പിടിക്കാതെ പോട്ടെ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.